ശ്രീ സായി സച്ചരിതം ഹേമത് പാന്ത്. വിവർത്തനം ശ്രീ സായിദാസ്. അധ്യായം 42. മഹാസമാധി 1. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീ ഗുരുമഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവ്വം അടിയൻ്റെ പ്രണാമം. ഏറ്റവും വലിയ ഭയം ഏതാണ്? മരണഭയം തന്നെ. മരണഭയം അകന്നാൽ സംസാര ദുഃഖങ്ങളും മറ്റ് ക്ലേശങ്ങളുമെല്ലാം തനിയെ ഇല്ലാതാകും. ആ മഹാഭയം ഒഴിവാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഭഗവത് കഥകൾ കേൾക്കുക, മനനം ചെയ്യുക. സായിനാഥൻ്റെ കഥ കേൾക്കുമ്പോൾ നമ്മിലെ ഭയം അകലുന്നു. ഹൃദയം ആനന്ദം കൊണ്ടും ധൈര്യം കൊണ്ടും നിറയുന്നു. നമുക്ക് സ്മരിക്കാനും സംസാരസാഗരം അനായാസം കടന്നു പോകാനുമാണ് സായിനാഥൻ ദിവ്യലീലകൾ ആടിയത്. അരനൂറ്റാണ്ടിലേറെ കാലം അവിടുന്ന് ലോകമംഗളത്തിനായി ഷിർദിയിൽ വസിച്ചു. അക്കാലം അത്രയും അവിടുത്തെ കാണാനും കേൾക്കാനും സ്പർശിക്കാനും കഴിഞ്ഞ ഷിർദിക്കാർ എത്രയോ സുഹൃതികൾ. 1918 സെപ്റ്റംബർ 25 ബാബയ്ക്ക് ചെറിയൊരു പനി ഉണ്ടായി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറി. പിന്നീട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതോടെ ശാരീരികമായി ക്ഷീണം വർദ്ധിച്ചിരുന്നു. 1918 വിജയദശമി നാളിൽ അവിടുന്ന് ഏവരെയും ദുഃഖത്തിലാഴ്ത്തി മഹാസമാധിയിൽ പ്രവേശിച്ചു. ഈ ശരീരത്യാഗം എത്രയോ മുമ്പ് തന്നെ അവിടുന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ അന്ന് അത് ആർക്കും മനസ്സിലായില്ല. മഹാസമാധിക്ക് 2 വർഷം മുമ്പ് 1916 ബാബ ഇതേക്കുറിച്ച് സൂചന നൽകിയിരുന്നു. ആർക്കും അത് വേണ്ട വിധം ഗ്രഹിക്കാനായില്ല. അന്ന് പതിവ് യാത്ര കഴിഞ്ഞ് അവിടുന്ന് മടങ്ങിയെത്തി. വിജയദശമി നാളിൽ ഗ്രാമാതിർത്തി കടക്കുക, സീമാലംഘൻ എന്നൊരു ചടങ്ങുണ്ട്. ആ സമയത്ത് വിസ്മയകരമായൊരു രംഗം അരങ്ങേറി. സായീശ്വരൻ അപ്പോൾ വളരെ കോപിഷ്ഠനായി കാണപ്പെട്ടു. മേഘതുല്യം അവിടുന്ന് ഗർജിച്ചു. ബാബ അഗ്നിസമം ജ്വലിച്ചു നിൽക്കുന്ന പോലെ കാണപ്പെട്ടു. മുന്നിൽ ധുനി ആളിക്കത്തുന്നുണ്ട്. ബാബ പെട്ടെന്ന് തലയിൽ കെട്ടിയിരുന്ന തുണിയെടുത്ത് അഗ്നിയിലിട്ടു. പിന്നീട് അങ്കിയും കൗബീനവും എടുത്ത് അഗ്നിയിലേക്ക് എറിഞ്ഞു. ഉരിഞ്ഞെറിഞ്ഞ വസ്ത്രങ്ങളെല്ലാം ആളിക്കത്തി. ആ ജ്വാലയിൽ അതിനേക്കാൾ ജ്വലിച്ചു നിന്നിരുന്നു അവിടുത്തെ മിഴികൾ. ബാബയിൽ പൊടുന്നനെയുണ്ടായ ഭാവമാറ്റം എന്തെന്ന് ആർക്കും മനസ്സിലായില്ല. ഇത്തരം ഒരു തീവ്രഭാവത്തിൽ ബാബയെ ആരും ഇതേവരെ കണ്ടിട്ടുമില്ല. ആളിപ്പടർന്ന അഗ്നിയുടെ സമീപം അതിലേറെ ജ്വലിച്ച് ശോഭിച്ച് ബാബ നിലകൊണ്ടു. മുഖം തേജോപൂരം, മിഴികൾ അഗ്നിസമം. ഭക്തന്മാർക്ക് ആ രൂപത്തെ നോക്കാൻ പോലും വിഷമമായിരുന്നു. പൂർണ്ണ നഗ്നനായി അങ്ങനെ നിന്നുകൊണ്ട് അവിടുന്ന് രോഷത്തോടെ ചോദിച്ചു കൊണ്ടിരുന്നു, വരിൻ, നോക്കിൻ, ഞാൻ ഹിന്ദുവോ മുസ്ലിമോ? ബാബ വീണ്ടും ഗർജിച്ചു, വരൂ, വ്യക്തമായി കാണിൻ, എന്നിട്ട് തീരുമാനിക്കിൻ ഞാൻ ആരെന്ന്. എല്ലാവരും സംശയം തീർക്കിൻ. കാലാഗ്നി പോലെ ജ്വലിച്ചു നിൽക്കുന്ന ബാബയെ കണ്ട് ഭക്തന്മാർ ഭയന്ന് വിറച്ചു. ഇതാണ് എൻ്റെ സീമാലംഘനം, അവിടുന്ന് ഗർജിച്ചു. കൂപ്പുകൈകളോടെ പലരും പ്രാർത്ഥന തുടങ്ങി. ഇതിനിടയിൽ പരമഭക്തനും കുഷ്ഠരോഗത്താൽ പീഡിതനുമായ ഭാഗോജി ഷിൻഡെ അവിടുത്തെ സമീപിക്കുകയും കൗബീനം ഒരുവിധം ധരിപ്പിക്കുകയും ചെയ്തു. മറ്റാർക്കും ബാബയോട് അടുക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ചാവടി ദിനമാണെന്ന്. ആ പതിവ് ചടങ്ങുകൾ എങ്ങനെ നിർവഹിക്കാനാകുമെന്ന ഉത്കണ്ഠയിലായിരുന്നു ഭക്തന്മാർ. 9 മണിക്ക് ചടങ്ങുകൾ തുടങ്ങേണ്ടതാണ്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞിരിക്കുന്നു. ബാബ ഇനിയും ശാന്തനായിട്ടില്ല. ഭക്തന്മാർ തിരുനാമജപത്താൽ അവിടുത്തെ ശാന്തനാക്കാൻ മനസ്സാ ശ്രമിച്ചു. അതിൻ്റെ ഫലവും കണ്ടു തുടങ്ങി. അവിടുത്തെ ക്രോധം തെല്ലി ശമിച്ചു. 11 മണിയായി. ഭക്തന്മാർ സായീശ്വരനെ കഫ്നി ധരിപ്പിച്ചു. അതോടെ ചാവടി അനുഷ്ഠാനങ്ങൾക്കുള്ള മണി മുഴങ്ങി. പൂക്കളാൽ അലങ്കൃതമായ പല്ലക്ക് അവിടുത്തെ അനുവാദത്തോടെ മുറ്റത്ത് കൊണ്ടുവന്നു. രാജാതിരാജനെ, ലോകചക്രവർത്തിയെ, സായിനാഥനെ സംഗീതത്തിൻ്റെയും നാമജപത്തിൻ്റെയും അകമ്പടിയോടെ ഭക്തന്മാർ ചാവടിയിലേക്ക് ആനയിച്ചു. ഭക്തജനങ്ങൾ കൃപാസാഗരമായ ബാബയുടെ സാന്നിധ്യത്തിൽ ഹർഷപുളകിതരായി. ഓരോരുത്തരും ഓരോ രീതിയിൽ അവിടുത്തെ സേവിച്ചു. ഈ സംഭവം ഒരു സൂചനയായിരുന്നു. ദസറ വേളയിൽ താൻ സീമ ലംഘിക്കുമെന്ന, ശരീരം ത്യജിക്കുമെന്ന സൂചന. അടുത്ത ദസറയ്ക്ക് തന്നെ അവിടുന്ന് തൻ്റെ ദിവ്യമായ ഭൗതിക ശരീരം ഭൂമിദേവിക്ക് സമ്മാനിക്കുകയും ചെയ്തു. വിജയദശമി തന്നെയാണ് തൻ്റെ മഹാസമാധി എന്നതിന് അവിടുന്ന് മറ്റൊരു സൂചന കൂടി നൽകിയിരുന്നു. മന്ദമതികളായ നമുക്കത് അന്ന് ഗ്രഹിക്കാനായില്ല. ഈ സംഭവത്തിന് ശേഷം ഒരിക്കൽ രാമചന്ദ്ര പട്ടേലിന് രോഗം പിടിപെട്ടു. ഗുരുതരമായ അവസ്ഥയിലായി അദ്ദേഹം. മരുന്നുകളൊന്നും ഫലം കണ്ടില്ല. കടുത്ത വേദനയും ക്ലേശവും രോഗിയുടെ മനോധൈര്യം കെടുത്തി. അദ്ദേഹം നിരാശയിലാണ്ടു. ജീവിതം അവസാനിക്കാറായി എന്ന് ബോധ്യമായി. നിറമിഴികളോടെ സായി തൃപ്പാദങ്ങൾ മനസ്സിലുറപ്പിച്ച് അദ്ദേഹം മരിക്കാനായി ഒരുങ്ങി. അന്ന് അർദ്ധരാത്രി സായി രോഗിയുടെ കിടക്കക്കരികിൽ ആവിർഭവിച്ചു. രോഗി തൃപ്പാദത്തിൽ മുറുകെ പിടിച്ച് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ബാബ, എനിക്ക് മടുത്തു, ഇനി വയ്യ, ഞാൻ മരണം കാത്തു കിടക്കുകയാണ്. ഞാൻ എപ്പോൾ മരിക്കുമെന്ന് അരുളണേ കൃപാനിധേ. കൃപാനിധിയായ ബാബ ആശ്വാസത്തിൻ്റെ അമൃതധാര പകർന്നുകൊണ്ട് അരുളി, ഭയമരുത്, ഞാനില്ലേ. നിന്റെ മരണം ഞാൻ പിൻവലിച്ചു കഴിഞ്ഞു. വെറുതെ പരിഭ്രമിക്കേണ്ടതില്ല. ഇനി നിനക്ക് വേഗം സുഖപ്പെടും. പക്ഷേ എനിക്ക് താത്തയെക്കുറിച്ചാണ് വിഷമം. അശ്വിനി മാസത്തിൽ ദക്ഷിണായനത്തിൽ വിജയദശമി ദിവസം
വെളുത്ത പക്ഷത്തിലെ അർദ്ധചന്ദ്രദിനത്തിൽ അവന് ശരീരം നഷ്ടപ്പെടും. ഇക്കാര്യം പുറത്തു പറയരുത്, പ്രത്യേകിച്ച് താത്തയോട്. അവൻ ഭയന്നു പോകും. ആരാണ് മരണത്തെ പ്രതീക്ഷിക്കാൻ ആഗ്രഹിക്കുക? താമസിയാതെ രാമചന്ദ്രദാദ രോഗവിമുക്തനായി. പക്ഷെ അദ്ദേഹം ദുഃഖിതനായിരുന്നു. താത്തയുടെ കാര്യമോർത്ത് മനം വിങ്ങി. ആരോടും പറയാൻ പോലും വയ്യല്ലോ. അതല്ലേ സായിയുടെ കൽപ്പന. ഒരിക്കൽ തയ്യൽക്കാരനായ ബാലാഷിമ്പിനോട് ഇക്കാര്യം സൂചിപ്പിച്ചു, മറ്റാരോടും പറയരുതെന്ന വാഗ്ദാനത്തോടെ. ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി. രാമചന്ദ്രദാദ പഴയതുപോലെ ഭഗവത് കാര്യങ്ങളിൽ മുഴുകി. 1840 ശകവർഷത്തിലെ അശ്വിനി മാസം വിജയദശമി ദിനം ബാബ അരുളിയ പോലെ താത്യ രോഗബാധിതനായി. ക്രമേണ താത്തയ്ക്ക് പനി കടുത്തു. പരീക്ഷീണനായി കിടക്കുമ്പോഴും താത്തയുടെ മനം അങ്ങ് സായി കമലങ്ങളിൽ തന്നെയായിരുന്നു. രോഗം നിയന്ത്രണ വിധേയമായില്ല. കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും ആവാത്ത അവസ്ഥ. രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ ബാലാഷിമ്പിക്കും രാമചന്ദ്രപാട്ടീലിനും പരിഭ്രാന്തിയായി. ബാബയുടെ പ്രവചനം ഫലിക്കാൻ പോവുകയാണെന്നറിഞ്ഞ് അവർ നടുങ്ങി. വെളുത്തപക്ഷത്തിലെ അർദ്ധചന്ദ്രികയിലെ ദശമി ദിവസമായി. താത്തയുടെ ശരീരചലനം നിശ്ചലമായി. നാഡീസ്പന്ദനം ദുർബലപ്പെട്ടുകൊണ്ടിരുന്നു. മരണനേരം അടുക്കാറായി. പിന്നീട് സംഭവിച്ചതെല്ലാം വിസ്മയകരമായിരുന്നു. ദയാവതാരമായ പ്രേമസ്വരൂപൻ സ്വഭക്തനായി മരണമേറ്റെടുത്തു. അതോടെ താത്തയുടെ വിധി മാറ്റി എഴുതപ്പെട്ടു. പകരം ബാബ തൻ്റെ ഭൗതിക ശരീരം ത്യജിക്കുകയും ചെയ്തു. താത്തയുടെ പേര് പറഞ്ഞ് തൻ്റെ വിധി അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിക്കുകയും വെളിപ്പെടുത്തുകയുമായിരുന്നു അന്ന്. എന്തിനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്? അതിനുള്ള ഉത്തരം അവിടുത്തെ ദിവ്യച്ഛ എന്നല്ലാതെ യാതൊന്നുമില്ല. നമ്മുടെ ബുദ്ധിശക്തിക്ക് അതീതമാണ് അക്കാര്യങ്ങൾ. പിറ്റേന്ന് പുലർച്ചെ പന്തരപുരിയിൽ ദാസ്ഗനുവിൻ്റെ സ്വപ്നത്തിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. അവിടുന്ന് അരുളി, മസ്ജിദ് തകർന്നു. ഷിർദിയിലെ കച്ചവടക്കാരും വ്യാപാരികളും എന്നെ വളരെ വിഷമിപ്പിച്ചു. ഞാൻ പോകുന്നു. വേഗം വരൂ, പുഷ്പങ്ങൾ കൊണ്ട് എന്നെ മൂടൂ. എൻ്റെ ആഗ്രഹം നീ നിറവേറ്റണം. വേഗം ഷിർദിയിലേക്ക് വരൂ. ദാസ്ഗനു സ്വപ്നത്തിൽ നിന്നും ഉണർന്നു. ഏറെ താമസിയാതെ ഷിർദിയിൽ നിന്നും ദാസ്ഗനുവിന് കത്ത് ലഭിച്ചു. അതോടെ സായിശ്വരൻ്റെ മഹാസമാധിയെക്കുറിച്ച് എല്ലാ വിവരങ്ങളും കിട്ടി. ദാസ്ഗനു പിന്നൊട്ടും താമസിച്ചില്ല. ഷിർദിയിലേക്ക് യാത്രയായി. ശിഷ്യസംഘവും അദ്ദേഹത്തെ പിന്തുടർന്നു. അദ്ദേഹം താമസിയാതെ ഷിർദിയിലെത്തി. ദാസ്ഗനുവിൻ്റെ നേതൃത്വത്തിൽ ഷിർദിയിൽ ഭജനയും കീർത്തനവും ആരംഭിച്ചു. സായിശ്വരൻ്റെ ഭൗതിക ശരീരം ഭൂമിദേവിക്ക് സമർപ്പിക്കും വരെ അവർ ഭജന തുടർന്നു. ദാസ്ഗനു ഹരിനാമം കൊണ്ട് പൂമാലയുണ്ടാക്കി ഭക്തിപൂർവ്വം സമാധിയിൽ അർപ്പിച്ചു. എല്ലാവർക്കും പ്രസാദമൂട്ട് നടത്തുകയും ചെയ്തു. സായിശ്വരൻ പാപപുണ്യങ്ങൾക്ക് അതീതനാണ്. അവിടത്തേക്ക് വരവും പോക്കുമില്ല. അവിടുന്ന് സദാ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നല്ല ദിവസമെന്നോ ചീത്ത ദിവസമെന്നോ അവിടത്തേക്കില്ല. അതിനാൽ എന്തുകൊണ്ട് വിജയദശമി ദിവസം അവിടുന്ന് ശരീരത്യാഗത്തിന് തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. ശരീരം പഞ്ചഭൂത നിർമ്മിതം. ഈ ശരീരം കൊണ്ടുള്ള ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഇത് പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു പോകണം. അതിന് ബാഹ്യദൃഷ്ട്യാ ചില കാരണങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം. തുടർച്ചയായ പനിയായിട്ടായിരുന്നു ബാബയുടെ ശരീരക്ലേശം ആരംഭിച്ചത്. ചിലപ്പോൾ അവിടുന്ന് ഞരങ്ങുകയും മൂളുകയും ചെയ്തിരുന്നു. പകൽ ഏതാണ്ട് 10 മണി ആകാറാകുന്ന സമയം ബാബ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. അതോടെ എല്ലാവർക്കും സന്തോഷമായി. ഭക്തജനങ്ങളിൽ പ്രതീക്ഷയുണർന്നു. ഇതാ ബാബ പൂർവാവസ്ഥയിലാകുന്നു. എല്ലാവരും ചിന്തിച്ചതിങ്ങനെ. പക്ഷേ സംഭവിച്ചത് മറിച്ചു. ബാബയുടെ ശരീരത്യാഗത്തിനുള്ള സമയം ആസന്നമായി. അവിടുന്ന് കഫനിയുടെ കീശയിൽ നിന്നും കുറച്ച് പണമെടുത്തു. അതിനുശേഷം തന്നെ ഭക്തിശ്രദ്ധയോടെ സേവിച്ചു കൊണ്ടിരുന്ന ധർമ്മിഷ്ഠയായ ലക്ഷ്മിബായി ഷിൻഡേക്ക് അത് പ്രേമപൂർവ്വം നൽകി. ആദ്യം 5 രൂപ നൽകി, പിന്നീട് 4 രൂപയും കൊടുത്തു. നവവിധ ഭക്തിമാർഗങ്ങളെ സൂചിപ്പിക്കാനായിരുന്നുവോ 9 രൂപ കൊടുത്തത്? ലക്ഷ്മി ദേവി ആ സമ്മാനത്തിന് തികച്ചും അർഹതയുള്ളവളാണ്. ആ ഉത്തമ ഭക്തയ്ക്ക് സായിശ്വരൻ എന്നും എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. ഏതു സമയത്തും രാത്രിയിൽ പോലും തിരുമുമ്പിൽ ചെല്ലാൻ അനുവദിച്ചിരുന്നു. ബാബയെ ലക്ഷ്മി പരിചരിക്കുന്ന വിധം ആർക്കും വർണ്ണിക്കാനാവില്ല. എത്ര ഭക്തിയും പ്രേമവുമായിരുന്നു അവരിൽ നിറഞ്ഞിരുന്നത്. എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ ബാബയ്ക്കുള്ള ബക്കരിയും പച്ചക്കറിയും അവർ കൊണ്ടുവരും. ഒരിക്കൽ സായിശ്വരൻ മസ്ജിദിലിരിക്കുന്ന സമയം സമീപം താത്യാപ്പട്ടിയിലുമുണ്ട്. ലക്ഷ്മി വന്ന് ബാബയെ പ്രണമിച്ചു. ഉടൻ തന്നെ ബാബ പറഞ്ഞു, ലക്ഷ്മി, എനിക്ക് നന്നായി വിശക്കുന്നു. സായിശ്വരൻ്റെ വാക്കുകൾ കേട്ടത് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു, ബാബ, ഞാനിപ്പോൾ തന്നെ റൊട്ടിയുമായി വരാം. അവർ തിടുക്കത്തിൽ പോയി. താമസിയാതെ പുതുതായി റൊട്ടി ഉണ്ടാക്കി വന്നു. ഭക്തിപൂർവ്വം അത് ബാബയുടെ തിരുമുമ്പിൽ വെച്ചു. ബാബ അതെടുത്തു. പിന്നീട് സമീപം നിന്നിരുന്ന നായയുടെ മുന്നിൽ വെച്ചു. ലക്ഷ്മിക്ക് അത് കണ്ടപ്പോൾ വല്ലാതായി. അവർ വിഷമത്തോടെ തിരക്കി, എന്താണ് ബാബ അവിടുന്ന് ചെയ്തത്? ഞാൻ തിടുക്കത്തിൽ പോയി ആഹാരം ഉണ്ടാക്കി കൊണ്ടുവന്നത് അവിടത്തേക്ക് വേണ്ടിയല്ലേ? എന്നിട്ടത് തൊട്ടുപോലും നോക്കാതെ നായയ്ക്ക് നൽകുക. സങ്കടകരം തന്നെ. ലക്ഷ്മിയുടെ മിഴികൾ നിറഞ്ഞു. ലക്ഷ്മിയുടെ ദുഃഖം കണ്ട് സായിശ്വരൻ വാത്സല്യപൂർവ്വം ചോദിച്ചു, കഷ്ടം, നീ എന്തിനിങ്ങനെ ആവശ്യമില്ലാതെ ദുഃഖിക്കുന്നു? ഈ നായയുടെ വിശപ്പടങ്ങിയാൽ എൻ്റെ വിശപ്പടങ്ങും. സമസ്ത ജീവജാലങ്ങളും ഒരേ വിശപ്പാണ് അനുഭവിക്കുന്നത്. ആ നായയ്ക്കും ജീവനില്ലേ ലക്ഷ്മി? അവൻ മൂകനാണ്. ഞാൻ സംസാരിക്കുന്നു. ഇതേ വ്യത്യാസമുള്ളൂ. വിശപ്പ് എല്ലാവരിലും ഒന്നു തന്നെ. വിശന്നിരിക്കുന്നവൻ ആഹാരം കൊടുക്കുന്നവൻ എന്നെ തന്നെയാണ് ഊട്ടുന്നത്. ഇത് സത്യമാണ് ലക്ഷ്മി. ഈ സംഭവത്തിന് ശേഷമാണ് ലക്ഷ്മി പതിവായി ബാബയുടെ നിർദ്ദേശപ്രകാരം ആഹാരമുണ്ടാക്കി മസ്ജിദിൽ കൊണ്ടുവരാൻ തുടങ്ങിയത്.
പ്രേമപൂർവ്വം അവർ കൊണ്ടുവരുന്ന ബക്കരിയും പച്ചക്കറിയും ബാബ ആനന്ദത്തോടെ കഴിച്ചിരുന്നു. അവർ ആഹാരം കൊണ്ടുവരാതെ അവിടുന്ന് ആഹാരം കഴിക്കില്ല. എന്തിന്, തൊടുക പോലും ചെയ്യില്ല. ചില ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് സായീശ്വരൻ ലക്ഷ്മിയോട് സേമിയ ആവശ്യപ്പെടും. അവർ അതീവ ആഹ്ലാദത്തോടെ സേമിയ ഉണ്ടാക്കിക്കൊണ്ടുവരും. സായീശ്വരൻ അവരുടെ അടുത്തിരുന്ന് അത് കഴിക്കുകയും ചെയ്യും. ബാബ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. ബാക്കിയുള്ളവ രാധാകൃഷ്ണബായിക്ക് ലക്ഷ്മിയുടെ വശം കൊടുത്തുവിടും. കാരണം ബാബ കഴിച്ച പ്രസാദം കഴിക്കാൻ രാധാകൃഷ്ണബായി അത്യന്തം കൊതിച്ചിരിക്കാറുണ്ട്. ലക്ഷ്മിയുടെ സേവനം അത്യന്തം ഉത്കൃഷ്ടമായിരുന്നു. സായിക്ക് മറക്കാനാവാത്ത വിധം പരിശുദ്ധയായിരുന്നു ആ ഭക്ത. അതുകൊണ്ടാണല്ലോ അന്ത്യവേളയിൽ ശരീരശക്തി മുഴുവനും തന്നെ ചോർന്നുപോയ വേളയിലും ലക്ഷ്മിക്ക് അവിടുന്ന് ദാനം ചെയ്തത്. ആദ്യം അവിടുന്ന് കീശയിൽ നിന്നും 5 രൂപ എടുത്തു കൊടുത്തു. പിന്നീട് 4 രൂപ നൽകി. നവവിധ ഭക്തിമാർഗങ്ങളെ സൂചിപ്പിക്കാനായിരുന്നുവോ അതോ നവരാത്രി ഉത്സവ വേളയിൽ അവസാനത്തെ സീമാലംഘനത്തിലുള്ള ദക്ഷിണയായിരുന്നുവോ ആ 9 രൂപ? ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് ഭക്തന്റെ നവഗുണങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അമാന്യം മത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢ സൗഹൃദ അസത്വരോർത്ഥ ജിജ്ഞാസു രനസൂയരമോഘവാക്ക്. ഈ ശ്ലോകത്തിൽ ആദ്യ പാദത്തിൽ 5 ഗുണങ്ങളും പിന്നെ 4 ഗുണങ്ങളും പറയുന്നു. ബാബയും അതേ ചിട്ടയിൽ തന്നെ ആദ്യം 5 രൂപയും പിന്നീട് 4 രൂപയും നൽകുകയായിരുന്നുവല്ലോ. ശ്ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ്: ബഹുമതി, അപമാനം, കീർത്തി എന്നിവയോട് ശിഷ്യൻ നിസ്സംഗനായിരിക്കണം. ആത്മീയോന്നതി മാത്രമായിരിക്കണം എപ്പോഴും ജാഗ്രത. അസൂയാരഹിതനും ഗുരുസേവയിൽ സ്വയം സമർപ്പിതനും ദൃഢതയും സ്ഥൈര്യവുമുള്ളവനുമായിരിക്കുക. സദാ ബ്രഹ്മജ്ഞാനത്തിൽ താൽപ്പര്യം നിലനിർത്തുക. ഈ വക ഗുണങ്ങളോടെ ഗുരുവിനെ പ്രസാദിപ്പിക്കാൻ ശിഷ്യൻ കഠിനമായി യത്നിക്കണം. ലക്ഷ്മി ധനസ്ഥിതിയുള്ള കുടുംബത്തിലെയാണ്. 9 രൂപ അവർക്ക് ഭൗതിക ദൃഷ്ടിയിൽ നിസ്സാരം. എന്നിട്ടും ബാബ എന്തിനവർക്ക് രൂപ നൽകി? അത് വെറും രൂപയല്ല, സായീശ്വരൻ്റെ അനുഗ്രഹ സ്വരൂപമായിരുന്നു. കാരണം അവർക്ക് തൻ്റെ അന്ത്യം വരെ ആ ഓർമ്മകളെ താലോലിക്കാനായില്ലേ, എന്നെന്നും സ്മരിക്കാനായി ഒരു സംഭവം അവരുടെ മനസ്സിൽ സായിനാഥൻ കുറിച്ചിട്ടില്ലേ? ഇതിലും വലിയ മഹാഭാഗ്യമെന്ത്? പ്രാണൻ ശരീരം വിടേണ്ട സമയമായി. ആ രംഗം ഭക്തന്മാർക്ക് താങ്ങാവുന്നതിനപ്പുറമാണെന്നറിയാവുന്ന സായിനാഥൻ എല്ലാവരെയും ആഹാരത്തിനായി പറഞ്ഞയച്ചു. രാപകൽ കൂടെ നടക്കുന്നവർക്ക് പോകാനുള്ള ആ കൽപ്പന വേദനാജനകമായിരുന്നു. പക്ഷേ അനുസരിക്കാതിരിക്കുന്നത് എങ്ങനെ? ചെല്ലു, പോയി ഭക്ഷണം കഴിഞ്ഞു വരൂ, ബാബ അരുളി. അങ്ങനെ അവർ വാടയിലേക്ക് പോകാൻ നിർബന്ധിതരായി. വാടയിലെത്തിയെങ്കിലും അവർക്കൊന്നും കഴിക്കാനായില്ല. എങ്ങനെ അതിന് കഴിയും? തങ്ങളുടെ പ്രാണനിൽ പ്രാണനായ സായീശ്വരൻ മസ്ജിദിൽ അത്യന്തം വിവശനായിരിക്കുന്നു. ബാബയ്ക്ക് എന്തും സംഭവിക്കാമെന്ന നിലയിലാണെന്ന് അവർക്കേവർക്കും അറിയാം. പക്ഷേ സായീശ്വരൻ്റെ കൽപ്പന അവർക്ക് എന്തിലും മേലെയായിരുന്നു. അതുകൊണ്ട് മാത്രം അവരെല്ലാം ആഹാരം കഴിക്കാൻ ശ്രമം തുടങ്ങി. താമസിച്ചില്ല, അപ്പോഴേക്കും അവർക്ക് അറിയിപ്പ് കിട്ടി: സായിനാഥൻ ശരീരം ത്യജിച്ചു. ആഹാരം കഴിച്ചു പൂർത്തിയാകാതെ അവർ മസ്ജിദിലേക്ക് ഓടി. മസ്ജിദിൽ ബായാജി കോട്ടയുടെ മടിയിൽ അവിടുത്തെ തിരുശരീരം വിശ്രമിക്കുന്നു. ദീപതാളം കെട്ടുകഴിഞ്ഞു. കിളിക്കൂട് ഉപേക്ഷിച്ചു. അവതാര പുരുഷന്മാർ തങ്ങളുടെ ദൗത്യം പൂർത്തിയായാലുടൻ ശരീരം ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് മടങ്ങും. ജനന മരണങ്ങൾ അവരെ ബന്ധിക്കുന്നില്ല. അവർ ശരീരമെടുക്കുന്നതും വിടുന്നതും സ്വേച്ഛപ്രകാരം മാത്രമാണ്. മരണം അവരെ ബാധിക്കുന്നില്ല. 42-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.